ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ കേട്ടോ. ഞാൻ തന്നെ എത്രയോ തവണ പോയ ഇടങ്ങളിലൂടെയുള്ള ഒരു യാത്രയുടെ കാഴ്ചകളാണ്. കാഴ്ചയിൽ കാണുന്ന സ്ഥലങ്ങളെക്കുറിച്ചിട്ടായിരിക്കില്ലേ ഒരു പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഉത്രാളിക്കാവാണ്. നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരു വരി ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മൾ പരസ്പരം തൊടാതിരിക്കാനോ, അങ്ങനെയല്ല വരി, എങ്കിലും അകറ്റി നട്ട മരങ്ങൾ പക്ഷേ ആഴങ്ങളിൽ വേരുകൾ കൊണ്ട് പരസ്പരം പുണരുന്നുണ്ട് എന്നൊരു വരി വായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു യാത്ര എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് തൃക്കാക്കരയിൽ നിന്നും വന്ന ആളുകളാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് അവിടെ പോയി അവരെ എടുത്തു വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഉത്രാളിക്കാവിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഉത്രാളിക്കാവിൽ നിന്ന് തുടങ്ങിയത്. ഉത്രാളിക്കാവിലെ കണ്ട് രാവിലെ ഉത്രാളിക്കാവ് പോയി, അതിനുശേഷം തിരിച്ച് ഷൊർണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ അകമലയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് വാഴക്കോട് നിന്നും ചേലക്കര റോഡ് പിടിച്ച് ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ ലക്ഷ്യത്തിലെത്തി. ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങളെ പോലെ, അല്ലെങ്കിൽ അത് കാണുമ്പോഴുള്ളൊരു ഫീലാണ് മണലാടി അമ്പലം കാണുമ്പോൾ നമുക്ക് തോന്നുക. ഞാനൊരു ചെറിയൊരു സങ്കോചത്തോട് കൂടിയിട്ട് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇതൊരു അമ്പലമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു വ്യൂ കണ്ടപ്പോൾ അവർ 3 പേരും പ്രായമായ ആളുകളാണ്. 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കാണുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ ആ ഒരു അമ്പലവും പരിസരവും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു. അത് തന്നെ വളരെ എൻ്റെ ആത്മവിശ്വാസം കൂട്ടി. കിളി പോയ ആളുകൾ ഒരുപാടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്, നിങ്ങൾ കണ്ട കാഴ്ചകൾ, ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ പറ്റിയിട്ടായിരിക്കില്ലേ ഒരു പക്ഷേ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒപ്പം വന്ന മനുഷ്യരെക്കുറിച്ചും എനിക്കങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല. നേരിട്ടിട്ടൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമല്ലോ. അങ്ങനെ മണലാടി കഴിഞ്ഞിട്ട് അത്രയും പവിത്രമായ ശാന്തമായ പാഞ്ഞാൾ അയ്യപ്പൻകാവിലെത്തി. പാഞ്ഞാൾ അയ്യപ്പൻകാവ് അമ്പലം അടയ്ക്കാറായിരുന്നുണ്ടായിരുന്നു. അവിടെ അധികമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എൻ്റെ ഉള്ളിലൊരു ചളിപ്പുണ്ട്. കാരണം ഈ പാഞ്ഞാളും മണലാടിയും ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം അതിലേറെ ക്ലീശയാണെങ്കിലും ഒട്ടും മടുക്കാത്ത വാഴാലിയിലെത്തി. വാഴാലി ഓരോ തവണ വരുമ്പോഴും അത്രമേൽ മതിപ്പിക്കുന്ന, അത്രമേൽ കുതിപ്പിക്കുന്ന, നമ്മളെ അതിൻ്റെ ആഴങ്ങളിലേക്ക്, ഒരുപക്ഷെ കുപ്പുവച്ചൻ കിണറിലേക്ക് വീണുപോയതിൻ്റെ വേറൊരു വേർഷൻ പോലെ നമ്മളെ അതിൻ്റെ ആഴങ്ങളിലേക്ക്, ഒട്ടും ആഴമില്ലാത്ത ആഴങ്ങളിലേക്ക് നമ്മളെ വലിച്ച് സ്നേഹത്തോടെ താഴ്ത്തുന്ന ഒരു പ്രദേശമാണ്. അത്രയും ശാന്തമായൊരിടം. ഓരോ തവണ വരുമ്പോഴും ഇപ്പോഴത്തെ കല്യാണത്തിനൊക്കെ ഓരോ ഡ്രസ്സുകൾ മാറി വരുന്ന നവവധുവിനെ നമ്മൾ നോക്കുന്ന പോലെയാണ്. ഞങ്ങൾ അകമലയിൽ നിന്ന് ചായ കുടിച്ചെങ്കിലും നമ്മുടെ ചേച്ചിയുടെ ചായക്കടയെ പറ്റി പറഞ്ഞപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അവിടെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഉച്ചയൂണ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് ചെറുതുരുത്തിയിൽ നിന്നും കുന്നംകുളം റോഡിന് കയറി ദേശമംഗലത്തെ കറ്റവട്ടൂരിലെത്തി. കറ്റവട്ടൂർ അമ്പലത്തിൽ വലിയ രീതിയിലുള്ളതല്ല, എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മഴ കുറവായതിനാൽ നിളയിൽ വെള്ളം കുറവായിരുന്നു. എന്നാലും ആ വേനലിൻ്റെ കാഠിന്യം വിട്ടുകൊണ്ട് അതിനൊരു മനോഹാരിത കൈവന്നിരുന്നു. അതിൻ്റെ ചുറ്റോറങ്ങളിലൂടെ പതിവ് പോലെ അവരെയും കൂട്ടി നടന്ന് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ടയൂരിലുള്ള കാട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എത്തിയത്. അപ്പോഴേക്കും എനിക്കൊരു ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ, പാടത്തൂടെ, വരമ്പുകളിലൂടെ, ആൽമരത്തണലുകളിലൂടെ നടക്കണം ഗിരീഷ് ഞങ്ങൾക്ക് എന്നായിരുന്നു യാത്രികർ എൻ്റെ മുന്നിൽ വെച്ച ഒരേ ഒരു ഡിമാൻഡ്. അപ്പോൾ അവർക്ക് ഇതിഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ കൂടുതൽ ചുറുചുറുക്കുള്ളവരായി മാറിയ പോലെ തോന്നി. അങ്ങനെ കൊണ്ടയൂരിൽ നിന്നും തിരുമറ്റക്കോട്ടിലെത്തിയപ്പോൾ മഴ ഞങ്ങളെ അനുഗ്രഹിച്ചു. മഴ പെയ്യുന്ന ആ ഒരു കാഴ്ച ഞാനും ആദ്യമായിട്ടാണ്. അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഇത്രയും അമ്പലം അടച്ചിരുന്നു, മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല, വിജനമായിരുന്നു. അങ്ങനെ ആ ഒരു കാഴ്ചയുടെ നനവിൽ അകവും പുറവും നനഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉച്ചയൂണിനായി മണികണ്ഠാ ഭവനിലെത്തി. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ തൃത്താല വഴി എത്രയും പ്രിയപ്പെട്ട കാൽപ്പനികത മഞ്ഞുപോലെ പെയ്യുന്ന
ഗ്രാമ നൈർമല്യത്തിൻ്റെ ഒരു നിഷ്കളങ്ക ഭൂമി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന മലമൽക്കാവിലെത്തി. ഈ നാട്ടിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യൻ, ഈ നാട്ടിട വഴികളിലൂടെയും കുന്നിൻപുറങ്ങളിലൂടെയും നടന്ന് തൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ ചെലവഴിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാവന, അദ്ദേഹത്തിൻ്റെ വരികളും അക്ഷരങ്ങളും ഒക്കെ ഈ ഒരിടത്തെ എത്രമാത്രം പ്രശസ്തമാക്കി അല്ലേ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഓർമ്മകളും കൃതികളെക്കുറിച്ചൊക്കെ സംസാരിച്ച് നേരെ അത്രമേൽ പ്രിയപ്പെട്ട പന്നിയൂരിലേക്ക്. പന്നിയൂർ വരുമ്പോൾ എപ്പോഴും പെരുന്തച്ചൻ സിനിമയിലെ തിലകൻ്റെ ഒരു ഫേസാണ് മനസ്സിൽ വരിക. പിന്നെ രണ്ടാമത്തേത്, നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോഴുള്ള കാഴ്ചകളേക്കാൾ മുൻപുണ്ടായിരുന്ന കാഴ്ചകളുടെ കുറച്ച് അവശേഷിപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് അയവിറക്കി അതിനെക്കുറിച്ച് സംസാരിച്ച് നേരെ വെള്ളിയാങ്കല്ല് വഴി തീരദേശ റോഡ് വഴി കൊടുമുണ്ടയിലേക്ക് പോകുന്ന വഴിയിൽ ഈ വണ്ടികളൊക്കെ ഇവിടെയുള്ള ഒരു ചെറിയ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടിയും അവിടെ പാർക്ക് ചെയ്ത് ഈ കാണുന്ന കൊച്ചു കടയിൽ നിന്ന് ചൂടുള്ള പഴംപൊരിയും ചായയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ എത്രയും പ്രിയപ്പെട്ട മറ്റൊരിടമായ മുത്തശ്ശിയാർക്കാവിൽ. മുത്തശ്ശിയാർക്കാവും തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 5 മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത്. 5:30 ആകുമ്പോൾ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ആ പടിക്കെട്ടിലിരുന്നിട്ട് മുത്തശ്ശിയാർക്കാവിലൊക്കെ തൊഴുത് ഞങ്ങളുടെ ആദ്യത്തെ ദിനം അവസാനിച്ചു. വീഡിയോ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതടുത്ത നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ കുളപ്പുള്ളിയിലെ തൃപ്പറ്റക്കാവ്. ഒരു ഇവർ എറണാകുളത്ത് നിന്ന് വന്ന അതിഥികളായിരുന്നു എൻ്റെ കൂടെ ഉള്ളവർ. ആ പാലക്കാടിൻ്റെ മനോഹരമായ ഗ്രാമീണ സൗന്ദര്യത്തിൽ ഈ കാവും പരിസരമൊക്കെ കണ്ടിട്ട് അവരതിൽ സത്യത്തിൽ ഭയങ്കരമായിട്ട് വീണ് പോയിരുന്നു കേട്ടോ. അങ്ങനെ തൃപ്പറ്റക്കാവ് കഴിഞ്ഞ് ഇത്രമേൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ മേതൃക്കോവിൽ വിഷ്ണു ക്ഷേത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചളവറയിൽ തന്നെയുള്ള, സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പേര് അത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റി. ഈ അമ്പലത്തിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ ഈ ഒരു സൗന്ദര്യവും ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ചെന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ മറന്നുപോയി. ചെറിയൊരു ബോർഡാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ചളവറയിൽ തന്നെയുള്ള നമ്മളുടെ ഓടുപാറ അയ്യപ്പൻ ക്ഷേത്രം ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോന്നു കഴിഞ്ഞാലുള്ളൊരു അമ്പലമാണിത്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും വല്ലാത്തൊരു ലൊക്കേഷനാണത്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ അത്രയും പ്രിയപ്പെട്ട ജയഭാരതിലാണ് പോയത്. ജയഭാരതിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടുള്ള ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നീലകണ്ഠൻ്റെ മലയാള സിനിമയുടെ വരിക്കാശ്ശേരിയിലേക്ക്. വരിക്കാശ്ശേരി മനയുടെ അകത്തളങ്ങളിലൂടെയും പുറങ്ങളിലൂടെയും ഒക്കെ നടന്ന് നേരെ തിരുവല്ലാമലയിലേക്കായിരുന്നു യാത്ര. അയ്യർമഠം പുറത്തുനിന്ന് കണ്ടു. അതിനുശേഷം നമുക്ക് നമ്മളെ ഈ ഹാസ്യത്തിൻ്റെ, ക്രൂരമായ ഹാസ്യത്തിൻ്റെ മനോഹരമായ രചനകളാൽ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടെത്തിച്ച വി കെ എൻ സ്മാരകം കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ അവിടെ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. എല്ലാം തുറന്ന് അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും അതിൻ്റെ അകത്തളങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പെന്ന്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആ സ്കൂൾ കുട്ടികളോടും അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരികളോടും നന്ദി പറയുന്നു. അവരുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയൊക്കെ കണ്ടതിന് ശേഷം ഓഫ് കോഴ്സ് പ്രിയപ്പെട്ട വില്വാദ്രിയിലേക്ക്. തിരുവല്ലാമല